നമസ്കാരം സുഹൃത്തുക്കളെ, 30 ഡേയ്സ് ചാലഞ്ചിന്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ മിനിങ്ങാന്നായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ പറഞ്ഞിട്ട് 2 ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. കാരണം അതും നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് പുതിയ SSCRTന്നും PYQും കറണ്ട് അഫെയറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആ 2 ക്ലാസ് ഇട്ടിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 30 ഡേയ്സ് ചാലഞ്ചിൽ നമുക്ക് എന്താണ്, നിങ്ങൾക്ക് ജൂലൈ 18-നാണ് എക്സാം അല്ലേ? അപ്പൊ നമുക്ക് 30 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം, പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനും പരമാവധി SSCRTയും എല്ലാ മേഖലകളും നിങ്ങൾക്ക് ഏതൊക്കെയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ആ മേഖലകളിലൂടെ ഒരു എത്തിനോട്ടം നമുക്ക് നടത്താം. പഠിച്ചവർക്കൊക്കെ നല്ലൊരു റിവിഷനും ആകും കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നോക്കാം, ഇതില് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ നോക്കുക. അപ്പൊ എവിടെയാണ് പഠിച്ചതിൽ ഫാൾട്ട് പറ്റിയെന്ന് മനസ്സിലാക്കുക, അത് തെറ്റ് തിരുത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പരമാവധി ക്വസ്റ്റ്യൻസ് ഞാൻ 30 ഡേയ്സിനുള്ളിൽ ഇട്ടുതരാം കേട്ടോ. പരമാവധി ക്വസ്റ്റ്യൻസ് ഇട്ടുതരാം. ഓക്കെ, നോക്കിക്കേ. ജനന സമയത്ത് BCG വാക്സിൻ ഏത് രോഗത്തിനെതിരെയാണ് കുത്തിവെക്കുന്നത്? പ്രീവിയസ് ചോദ്യങ്ങളാണ് അല്ലെ. ഏതിനാണ്? ക്ഷയമാണ് അല്ലെ. ക്ഷയമാണ് ജനന സമയത്ത് കുത്തിവെക്കുന്ന വാക്സിൻ. ഏതാണ്? BCG വാക്സിൻ ആണ് കേട്ടോ. BCG വാക്സിൻ ആണ്. ഒരു കുട്ടി ജനിച്ച ഉടനെ എന്ത് ചെയ്യുന്നത്? ഏത് കുത്തിവെക്കുന്നത്? വാക്സിൻ. എങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഏത് വൈറ്റമിൻ ആണ് കുട്ടിക്ക് കൊടുക്കുക? ജനിച്ച സമയത്ത് കുട്ടിക്ക് കൊടുക്കുന്ന വൈറ്റമിൻ ഏതാണെന്നറിയോ? വൈറ്റമിൻ K ആണ് കേട്ടോ. ഇതാണ് വൈറ്റമിൻ K ആണ്. പെന്റാവാലന്റ് വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പെന്റാവാലന്റ് ഒരു വാക്സിന്റെ പേരാണ് പെന്റാവാലന്റ്. അത് ഏതൊക്കെ രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് B, ഹിബ്. ഇത്രയും അസുഖങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് പെന്റാവാലന്റ് വാക്സിൻ കൊടുക്കുന്നത് കേട്ടോ. പെന്റാവാലന്റ് വാക്സിൻ തടയുന്നത് ഏതൊക്കെ രോഗങ്ങളെയാണ്? ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്. ശ്രദ്ധിക്കണേ, ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് B, അതേപോലെ ഹിബ്. ഇനി DPT വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? DPT വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്. ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. DPTയിൽ D ഡിഫ്തീരിയ, P പെർട്ടുസിസ്, T ഏതാണ്? ടെറ്റനസ്. ഇനി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയരുന്ന രോഗം ഏതാണ്? പ്രമേഹമാണ് അല്ലെ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എന്ത് ചെയ്യാണ്? ക്രമാതീതമായിട്ട് ഉയരുന്ന രോഗമാണ് ഏത്? പ്രമേഹം. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാ? സ്പിഗ്മോ മാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം സ്പിഗ്മോ മാനോമീറ്റർ ആണ്. സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? 120/80 കേട്ടോ. ഇത് ശ്രദ്ധിക്കണം. mmHg ആണ് 120. ചിലപ്പോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ തന്നിട്ടുണ്ട് 80 120 തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, 120/80 ആണെന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ പുതിയ ഇനം വണ്ട് സാന്ദ്രാകോട്ടസ് ആണ്. നെല്ലിയാമ്പതിയിൽ അല്ലെ, പാലക്കാടാണ് നെല്ലിയാമ്പതി. ആ നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ പുതിയ ഇനം വണ്ടാണ് സാന്ദ്രാകോട്ടസ്. ഇത് ന്യൂ SSCRTയിൽ കിടക്കുന്ന പോയിന്റുകളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ടേക്ക് എടുത്തത്. നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ പുതിയ ഇനം വണ്ട് ഏതാണ്? സാന്ദ്രാകോട്ടസ് ആണ്. വാഗമണിൽ കണ്ടെത്തിയ പുതിയ സസ്യം ലിറ്റ്സിയ വാഗമോണിക ഏതാണ്? കാരണം പുതിയ SSCRT ആകുമ്പോൾ കറണ്ട് അഫെയറിലുള്ള കാര്യങ്ങളും കൂടി എന്തുണ്ടാവും, അതിൽ അപ്ഡേഷൻ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്? കറണ്ട് അഫെയർ മേഖലയിൽ വരുന്നതാണ്. അപ്പൊ നാളെ ചോദ്യം വരികയായിരിക്കും. നിങ്ങൾ പ്രിലിംസ് എക്സാമിന് പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാഗമണിൽ കണ്ടെത്തിയ പുതിയ സസ്യം ഏതെന്ന് ചോദിച്ചാൽ ലിറ്റ്സിയ വാഗമോണിക. ഏതാണ്? ലിറ്റ്സിയ വാഗമോണിക. ഒന്നുകൂടി റിവിഷൻ ചെയ്താലോ? അപ്പൊ ജനന സമയത്ത് കൊടുക്കുന്ന BCG വാക്സിൻ ഏത് രോഗത്തിനെതിരെയാണ്? ക്ഷയമാണ്. പ്രീവിയസ് ആണ്. പെന്റാവാലന്റ് വാക്സിൻ തടയുന്നത് ഏതൊക്കെ രോഗങ്ങളെയാണ്? ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് B ആണ് കേട്ടോ. B ആണ്, ശ്രദ്ധിക്കണേ. പിന്നെ ഹിബ്. DPT വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായിട്ട് ഉയരുന്ന രോഗം ഏതാണ്? അത് പ്രമേഹമാണ്. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? സ്പിഗ്മോ മാനോമീറ്റർ ആണ്. സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg. നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ പുതിയ ഇനം വണ്ട് ഏതാണ്? സാന്ദ്ര കേട്ടോ. സാന്ദ്രാകോട്ടസ്. നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ പുതിയ ഇനം വണ്ട് സാന്ദ്രാകോട്ടസ്. വാഗമണിൽ കണ്ടെത്തിയത് ഏതാ? അത് ഏത് സസ്യമാണ്? ലിറ്റ്സിയ വാഗമോണിക. കൊല്ലം കടൽ തീരത്ത് കണ്ടെത്തിയ പുതിയ പരാദജീവി ഏതാണ്? ഇവിടെ ചോദ്യം പരാദജീവിയാണ്. ബ്രൂസെത്തോവ ഇസ്രോ. ഇതൊക്കെ പുതിയ SCRT ആണ്. ഇനി വൈറസുകളെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാം, ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ചിട്ട്, വൈറ്റമിനെ കുറിച്ചിട്ട് പറയാറുണ്ട്. രോഗങ്ങൾ, രോഗകാരികളുണ്ട്, ഇതൊക്കെ ടോപ്പിക്കിലുണ്ട്. അപ്പൊ വൈറസുകളെ കുറിച്ചിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം.
നോക്കിക്കേ, വൈറസുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയില്ലേ, വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൽ വൈറസ് എന്ന് പറയുമ്പോൾ വൈറസിന് എന്തില്ല? കോശദ്രവ്യം, ന്യൂക്ലിയസ്, കോശാംഗങ്ങൾ എന്നിവ ഇല്ല. വൈറസിന് എന്തില്ല? കോശദ്രവ്യം, ന്യൂക്ലിയസ്, കോശാംഗങ്ങൾ എന്നിവ ഇല്ല. ഇനി ഈ വൈറസുകളുടെ മേലെ ഒരു ബാഹ്യ പ്രോട്ടീൻ ഉണ്ട്. വൈറസുകളുടെ മേലെ എന്തുണ്ട്? ബാഹ്യ പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ എന്താണ്? പേരെന്താ? ക്യാപ്സിഡ് ആണ് കേട്ടോ. ആ പ്രോട്ടീന്റെ, വൈറസുകളുടെ ബാഹ്യഭാഗത്ത് കാണുന്ന പ്രോട്ടീന്റെ പേരാണ് ക്യാപ്സിഡ്. ആ ക്യാപ്സിഡ് എന്ന് പറയുന്നത് DNA അല്ലെങ്കിൽ RNA-യിലാണ് കാണപ്പെടുന്നത്. DNA അല്ലെങ്കിൽ RNA-യിലാണ് ക്യാപ്സിഡ് കാണപ്പെടുന്നത് കേട്ടോ. ഇനി ആതിഥേയ കോശത്തിൽ വെച്ച് മാത്രം ജീവലക്ഷണം കാണിക്കും. വൈറസിന്റെ പ്രവൃത്തി എവിടെയാണ്? ആതിഥേയ കോശത്തിൽ മാത്രം. എവിടെയാണ്? ആതിഥേയ കോശത്തിൽ വെച്ച് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ജീവലക്ഷണം കാണിക്കുന്നത്. പ്രീവിയസ് ചോദ്യമാണ്. ജീവകോശത്തിന് പുറത്ത് നിർജീവമാണ്. ജീവകോശത്തിന് പുറത്ത്, അതായത് ജീവനുള്ള ഒരു വസ്തുവിൽ മാത്രമാണ് വൈറസിന്റെ പ്രവർത്തനം നടക്കുന്നുള്ളൂ. അല്ലാത്ത ഭാഗങ്ങളിൽ അത് എന്താണ്? നിർജീവമാണ്. വർഗീകരണ തലങ്ങളിൽ വൈറസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഇത്രയും കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വർഗീകരണ തലങ്ങളിൽ വൈറസിനെ ഉൾപ്പെടാത്തത്. അപ്പൊ എന്തൊക്കെയാ വൈറസുകളെ കുറിച്ചിട്ട് പഠിച്ചത്? ഇതൊക്കെ പുതിയ SSCRT ആണ് കേട്ടോ. ഇതെല്ലാം പുതിയ SSCRT-യിൽ കിടക്കുന്ന പോയിന്റുകളാണ്. കോശദ്രവ്യം, ന്യൂക്ലിയസ്, കോശാംഗങ്ങൾ എന്നിവ ഇല്ല. 1. ബാഹ്യ പ്രോട്ടീൻ. വൈറസുകളുടെ കാണപ്പെടുന്ന ബാഹ്യ പ്രോട്ടീൻ ആണ് ക്യാപ്സിഡ്. അത് DNA-യിലും RNA-യിലുമായിട്ടാണ് കാണപ്പെടുന്നത്. DNA-യിൽ അല്ലെങ്കിൽ RNA-യിൽ. ആതിഥേയ കോശത്തിൽ വെച്ച് മാത്രമാണ് ജീവലക്ഷണം കാണിക്കുന്നത്. ജീവകോശത്തിന് പുറത്ത് എന്താ? നിർജീവമാണ്. അതുകൊണ്ട് തന്നെ വൈറസിനെ വർഗീകരണ തലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നാളെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ വർഗീകരണ തലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വന്നാൽ അവിടെ ഒരു ടെൻഷൻ വരാൻ പാടില്ല. വർഗീകരണ തലത്തിൽ വൈറസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? DNA ബാർകോഡിംഗ് ആണ്. ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ DNA ബാർകോഡിംഗ് ആണ്. അപ്പൊ ഞാനിപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത് ബയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുമാണ് കേട്ടോ. ബയോളജിയും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് സബ്ജക്റ്റിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോകാമല്ലോ. ഇങ്ങനെ കുറേ മിക്സിങ് തരുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഒരു ഭാഗത്തിലെ കാര്യങ്ങൾ പരമാവധി തരുമ്പോൾ ആ ഭാഗത്തു നിന്നുള്ള മാർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയും കേട്ടോ. ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? DNA ബാർകോഡിംഗ് ആണ്. ഇനി രോഗകാരികളായ സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ്? രോഗകാരികളായ സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ്? 1. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, വിരകൾ. ഇത്രയും ആണ് രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, അതുപോലെ തന്നെ വിരകള്. ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ വൈറസിനെ കുറിച്ചിട്ട് എന്താ പഠിച്ചത്? ഇവിടെ കൊല്ലം കടൽ തീരത്ത് കണ്ടെത്തിയ പുതിയ പരാദജീവി ഏതാ? ബ്രൂസത്തോവ ഇസ്രോ. വൈറസിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? DNA ബാർകോഡിംഗ് ആണ്. രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, വിരകൾ. ഇനി എലിപ്പനി. എലിപ്പനി എന്നും പ്രീവിയസ് ചോദ്യമാണ് അല്ലെ. ഒരു ബാക്ടീരിയ രോഗമാണ്. ഏതാണ് ബാക്ടീരിയ? ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ആണ് എലിപ്പനി പകർത്തുന്നത് കേട്ടോ. അതായത് ഒരുപാട് ഈ പാടങ്ങളൊക്കെ ഉണ്ടല്ലോ, നെൽവയലുകൾ, അവിടെ നിന്നൊക്കെയാണ് ഒരുപാട് എന്ത് ചെയ്യുന്നത്? എലിപ്പനി കൂടുതൽ കർഷകരിലേക്കാണ് എന്ത് ചെയ്യുക? എലിപ്പനി കർഷക തൊഴിലാളികൾക്കൊക്കെയാണ് എലിപ്പനി കൂടുതലായിട്ട് വരിക. കാരണം ഈ വരമ്പുകൾ ഉണ്ടാകുമല്ലോ, അതിന്റെ പോടുകളിലൊക്കെ എലികൾ ഉണ്ടാവും. ഈ എലികൾ വന്ന് കടിക്കും. അവർ പാടത്തിറങ്ങി നിൽക്കുന്ന സമയത്ത്, അതുപോലെ എലി മൂത്രം ഇതാകുന്ന സമയത്ത് ഒക്കെയാണ് എലിപ്പനി കൂടുതലായിട്ട് പകരുന്നത്. ആ എലിപ്പനി പകർത്തുന്ന ബാക്ടീരിയ ഏതാണ്? ആദ്യം പഠിക്കേണ്ടത് എലിപ്പനി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണ് എന്ന് പഠിക്കുക. എലിപ്പനി എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ് എന്ന് പഠിക്കുക. ഏത് ബാക്ടീരിയ ആണ് എന്ന് പഠിച്ചാൽ ലെപ്റ്റോസ്പൈറ. പ്രീവിയസ് അതൊക്കെ ഞാൻ ഈ സ്ലൈഡ് തന്നിരിക്കുന്നത് എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കുക. ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ്. ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ. ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ. പ്രളയബാധിത പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്യും? എലിപ്പനി കൂടുതലായിട്ട് വരും കേട്ടോ.
പ്രളയബാധിത പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്യും? എലിപ്പനി പെട്ടെന്ന് പടർന്നു പിടിക്കും. ഇത് ശരീരത്തിന്റെ കലകളെ ബാധിക്കും. പനി, തലവേദന, പേശീവേദന, കണ്ണിന് ചുവപ്പ് നിറം, ഇതൊക്കെയാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എലിപ്പനിക്ക് കാരണം ബാക്ടീരിയ ആണ്. ഏത് ബാക്ടീരിയ എന്ന് ചോദിച്ചാൽ ലെപ്റ്റോസ്പൈറ ആണ്. പ്രളയബാധിത പ്രദേശങ്ങളിലാണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നത്. ശരീര കലകളെയാണ് ബാധിക്കുക. പനി, തലവേദന, പേശീവേദന, കണ്ണിന് ചുവപ്പ് നിറം, ഇതൊക്കെയാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ. ഇനി ഡിഫ്തീരിയ. ഡിഫ്തീരിയയ്ക്കും രോഗകാരി ഏതാണ്? ബാക്ടീരിയ ആണ്. ഏത് ബാക്ടീരിയ? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ പ്രീവിയസ് ആണ്. ഡിഫ്തീരിയ എന്ന അസുഖത്തിന് കാരണം ബാക്ടീരിയ ആണ്. ബാക്ടീരിയ രോഗമാണ്. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ശ്രദ്ധിക്കണേ, എലിപ്പനിക്ക് കാരണം ലെപ്റ്റോസ്പൈറ, ഡിഫ്തീരിയക്ക് കാരണം കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഡിഫ്തീരിയക്ക് കാരണം എന്താ മക്കളെ? സെറ്റ് ആക്കണേ. എന്താണ്? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. ഇനി നിപ്പ വൈറസിന്റെ വാഹക ജീവി ഏതാ? നിപ്പ വൈറസ് വരുന്ന ഏതാ? വവ്വാലാണ് അല്ലെ? വവ്വാലാണ്. HIV വൈറസ് ശരീരത്തിൽ പെരുകുന്നത് എങ്ങനെയാണ്? പ്രീവിയസ് ചോദ്യമാണ്. HIV ഞാൻ വെറുതെ പ്രീവിയസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഒരു ഇതാക്കുന്നില്ല കേട്ടോ, എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. HIV വൈറസ് ശരീരത്തിൽ പെരുകുന്നത് എങ്ങനെയാ? ഇതെവിടെ ഈ ഒരു പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിക്കണേ. നമ്മുടെ ശരീരത്തില് HIV വൈറസ് എയ്ഡ്സിന് കാരണമാകുന്നത് ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ലിംഫോസൈറ്റ് ശ്രദ്ധിക്കണേ. ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് HIV വൈറസ് ശരീരത്തിൽ പെരുകുന്നത്. അത് എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരത്തില് ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയും. ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലെ HIV വൈറസ് പെരുകുന്ന സമയത്ത് ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് HIV വൈറസ് ശരീരത്തിൽ പെരുകുന്നത്. ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? വട്ടച്ചൊറിയും ആത്ലറ്റ്സ് ഫൂട്ടും. ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? വട്ടച്ചൊറി, ആത്ലറ്റ്സ് ഫൂട്ട്. മലമ്പനിക്ക് കാരണം ഏതാണ്? ഏകകോശ യുകാരിയോട്ടിക്കുകളായ പ്രോട്ടോസോവകളാണ്. അതായത് അനോഫിലസ് പെൺകൊതുകാണ് ഇത് പകർത്തുന്നത് കേട്ടോ. മലമ്പനിക്ക് കാരണം ഏകകോശ യുകാരിയോട്ടിക്കുകളായ പ്രോട്ടോസോവയാണ് മലമ്പനി പകർത്തുന്നത്. ആ മലമ്പനി പകർത്തുന്നതിന് കാരണം അനോഫിലസ് പെൺകൊതുകാണ്. ശ്രദ്ധിച്ചോ? ഇനി നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? എലിപ്പനി പഠിച്ചു അല്ലെ? എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ. ഡിഫ്തീരിയക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. നിപ്പ വൈറസിന് കാരണം വവ്വാലാണ്. HIV വൈറസ് ശരീരത്തിൽ പെരുകുന്നത് ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ്. ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണം വട്ടച്ചൊറിയും ആത്ലറ്റ്സ് ഫൂട്ടുമാണ്. മലമ്പനിക്ക് ഏകകോശ യുകാരിയോട്ടുകളായ പ്രോട്ടോസോവകളാണ് കാരണം, അതായത് അനോഫിലസ് പെൺകൊതുക്. ഇനി ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണം ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്ന രോഗങ്ങൾക്ക് കാരണം എന്താണ്? ഈഡിസ് ഈജിപ്തി എന്ന കൊതുകാണ്. ഈഡിസ് ഈജിപ്തി എന്ന കൊതുകാണ് ഡെങ്കിപ്പനിക്കും ചിക്കൻ ഗുനിയയ്ക്കും കാരണമാകുന്നത്. അടുത്തത് നോക്ക്. രക്തം കട്ടപിടിച്ച് സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിക്കുന്നതാണ് ഹീമോഫീലിയ എന്ന അസുഖത്തിന് കാരണമാകുന്നത്. ഹീമോഫീലിയ അല്ലെ? ഹീമോഫീലിയ എന്ന അസുഖത്തിന് കാരണം എന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിക്കുമ്പോഴാണ് ഏത് അസുഖം ഉണ്ടാകുന്നത്? ഹീമോഫീലിയ എന്ന അസുഖം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ, ഇത് SSCRT ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അവിടെ നമ്മളുടെ നിയന്ത്രണം പോകില്ലേ? ഇത് ഏത് അസുഖമാണ്? ഹീമോഫീലിയ നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. അത് എന്താണ് എന്നുള്ളതും കൂടിയിട്ട് എന്ത് ചെയ്യണം? വിവരിച്ച് പഠിക്കേണ്ടതുണ്ട്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ആരാണ്? പ്രോട്ടീനുകളുണ്ട് അല്ലെ? ആ പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളുണ്ട്. ആ ജീനുകൾക്ക് വൈകല്യം സംഭവിക്കുമ്പോഴാണ് ഹീമോഫീലിയ എന്ന അസുഖം ഉണ്ടാകുന്നത്. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിത രക്തനഷ്ടം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഏത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. ചെറിയ മുറിവുണ്ടായാൽ പോലും എന്ത് ചെയ്യും? ഒരുപാട് രക്തം പോകും. അത് ഏത് അസുഖത്തിന് കാരണമാണ്? ഹീമോഫീലിയ എന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇനി അരുണ രക്താണുക്കൾ, അതായത് RBC
റെഡ് ബ്ലഡ് സെല്ല്. അരിവാൾ പോലെ വളയുന്ന രോഗം ഏതാണ്? സിക്കിൾ സെൽ അനീമിയ ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ സിക്കിൾ സെൽ അനീമിയ കണ്ടുവരുന്നത് എവിടെയാണ്? വയനാട് ജില്ലകളിലാണ് കേട്ടോ. അരുണ രക്താണുക്കൾ RBC അരിവാൾ പോലെ വളയുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. മന്ദരോഗം പകർത്തുന്നത് ഏതാണ്? ക്യൂലെക്സ് പെൺകൊതുകാണ്. മന്ദരോഗം പകർത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകാണ്. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ ഈഡിസ് ഈജിപ്തി കൊതുകാണ് അല്ലെ. ഈഡിസ് ഈജിപ്തി കൊതുകാണ് ഡെങ്കിപ്പനിയും ചിക്കുൻഗുനിയും പകർത്തുന്നത് എങ്കിൽ ഹീമോഫീലിയ എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിക്കുമ്പോഴാണ് ഹീമോഫീലിയ എന്ന അസുഖം ഉണ്ടാകുന്നത്. എന്താ ലക്ഷണം? ഒരു ചെറിയൊരു മുറിവ് മതി, ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല, മിതമായി ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇനി RBC അല്ലെ, ശ്രദ്ധിക്കണേ. WBC ഉണ്ട്, RBC ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, RBC ആണ്. അരുണ രക്താണുക്കൾ അരിവാൾ പോലെ വളയുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. മന്ദരോഗത്തിന് കാരണം ക്യൂലെക്സ് പെൺകൊതുകാണ്. ഇവിടെ ക്യൂലെക്സ് ആണൊക്കെ തരും, ഇതൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മന്ദരോഗത്തിന് കാരണം ക്യൂലെക്സ് പെൺകൊതുകാണ്. ഇനി നമ്മൾ നേരത്തെ വൈറസ് പഠിച്ചു അല്ലെ. വൈറസ് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. എങ്കിൽ ബാക്ടീരിയ എന്താണെന്ന് പഠിക്കണ്ടേ? പഠിക്കണം. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA ഘടനയാണ് ബാക്ടീരിയക്കുള്ളത്. എവിടെ എങ്ങനെയാണ്? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ കേട്ടോ. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഒന്നുമില്ലെങ്കിൽ RNA അല്ലെങ്കിൽ DNA ഘടനയാണ്. ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിൽ ഇല്ല. എന്താണ്? ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ ഏതിലില്ല? വൈറസുകളിൽ ഇല്ല. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് പെരുകുന്നു. ഓക്കെ, നമ്മളിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ നിൽക്കട്ടെ കേട്ടോ. അതിൽ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മളത് വൈറസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വെയിറ്റ് ചെയ്യണം കേട്ടോ. നോക്കാം, ഇത് കറക്റ്റ് ചെയ്തിട്ട് തരാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണേ. അവിടെ അത് വൈറസ് ആണ്. ഇവിടെ എഴുതിയത് മാറിപ്പോയതാണ് കേട്ടോ. ഇത് ബാക്ടീരിയ ആണ് കേട്ടോ. ഇതാണ് ബാക്ടീരിയ. നമ്മൾ നേരത്തെ പഠിച്ചത് ഏതാണ്? വൈറസ് ആണ് കേട്ടോ. എന്താണ് ബാക്ടീരിയനെ പഠിക്കാനുള്ളത്? ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല. ബാക്ടീരിയയെ കുറിച്ച് പഠിക്കുമ്പോൾ ന്യൂക്ലിയസ് ഇല്ല. ഏകകോശ ജീവിയാണ്. പിന്നെ ദ്വിവിഭജനത്തിലൂടെയാണ് ബാക്ടീരിയ പെരുകുന്നത്. വിഷവസ്തുക്കൾ കോശത്തിനെ നശിപ്പിക്കുന്നു. ബാക്ടീരിയ രോഗം വരുമ്പോൾ എന്ത് ചെയ്യും? ആ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കൾ എന്ത് ചെയ്യാണ്? കോശങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ഇല്ല. ഏകകോശ ജീവിക്ക് ഉദാഹരണമാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയ ദ്വിവിഭജനം, ആ വാക്ക് ശ്രദ്ധിക്കണേ. ദ്വിവിഭജനത്തിലൂടെ എന്ത് ചെയ്യും? പെരുകും. ശരീരത്തിൽ മുഴുവൻ ബാക്ടീരിയകൾ വരും. അങ്ങനെ ഈ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളില്ലേ, അതെന്ത് ചെയ്യും? കോശങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇത്രയും കാര്യങ്ങൾ ബാക്ടീരിയയെ കുറിച്ചിട്ട് പഠിച്ചു വെക്കുക. ഇനി ലോകത്തെ രണ്ടാമത്തെ റോഡ് ശൃംഖലയുള്ള രാജ്യം ഒക്കെ നമ്മൾ ബയോളജിയിൽ കുറച്ച് കാര്യങ്ങൾ പുതിയ SCERT നിന്ന് പഠിച്ചു. അങ്ങനെ ഇങ്ങനെ ടോപ്പിക് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. അങ്ങനെ 30 ദിവസം ആകുമ്പോഴേക്കും ഏകദേശം ഒക്കെ കഴിയും. സപ്പോർട്ട് വേണം കേട്ടോ. സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലോകത്തെ രണ്ടാമത്തെ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. ലോകത്തെ രണ്ടാമത്തെ റോഡ് ശൃംഖലയുള്ള രാജ്യം ഇന്ത്യയാണ്. റെയിൽവേ സംവിധാനം ആരംഭിച്ചത് ആദ്യം എവിടെയാണ്? റെയിൽവേ സംവിധാനം ആദ്യം ആരംഭിച്ചത് ബ്രിട്ടനിലാണ് കേട്ടോ. ബ്രിട്ടനിലാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബോംബെ മുതൽ താനെ വരെയാണ് കേട്ടോ. ബോംബെ മുതൽ താനെ വരെയാണ്. ശ്രദ്ധിക്കണം. ഇനി കേരളത്തിലോ? ബേപ്പൂർ ടു തിരൂർ 1853 കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണേ. 1853 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സംവിധാനം നിലവിൽ വരുന്നത്. ബോംബെ മുതൽ താനെ വരെയാണ്. കേരളത്തിൽ 1853 കഴിഞ്ഞ് 1861 ബേപ്പൂർ ടു തിരൂരാണ് ആദ്യത്തെ റെയിൽവേ കേട്ടോ. ഇനി കേരളത്തിൽ റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാ? നമ്മുടെ കേരളത്തില് റെയിൽ ഗതാഗതം ഇല്ലാത്തത്, ട്രെയിൻ ഇല്ലാത്തതേ ഇടുക്കിയും വയനാടും കേട്ടോ. ഇടുക്കിയും വയനാടുമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട കനാലുകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട കനാലുകൾ കനോലി കനാലും പാർവതി പുത്തനാറും. കനോലി കനാലും
പാർവതി പുത്തനാറുമാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് വിഴിഞ്ഞവും കൊച്ചിയും. കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? വിഴിഞ്ഞം തുറമുഖവും കൊച്ചിയാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പ്രീവിയസ് ചോദ്യമാണ് അല്ലെ, നെയ്യാറ്റിൻകര താലൂക്കാണ് കേട്ടോ. നെയ്യാറ്റിൻകര താലൂക്കാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചു വെക്കുക. ഇവിടെ എന്തൊക്കെയാ പഠിച്ചത്? ലോകത്തെ രണ്ടാമത്തെ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. റെയിൽവേ സംവിധാനം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഏത് രാജ്യത്തിലാണ്? ബ്രിട്ടനിലാണ് അല്ലെ. എങ്കിൽ ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആരംഭിക്കുന്നത് 1853 ബോംബെ മുതൽ താനെ വരെ. എന്നാൽ കേരളത്തിലെ എത്തിയപ്പോൾ 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. ഓക്കെ. ഇനി റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ലകളാണ് ഇടുക്കിയും വയനാടും. കേരളത്തിലെ പ്രധാനപ്പെട്ട കനാലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പാർവതി പുത്തനാറും കനോലി കനാലുമാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? വിഴിഞ്ഞം തുറമുഖവും കൊച്ചി തുറമുഖവുമാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നെയ്യാറ്റിൻകര താലൂക്കാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ എങ്ങനെയാണ്? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്ത് ഏതാണ്? നന്നായി പഠിച്ചു വെക്കണേ, പ്രീവിയസ് ചോദ്യങ്ങളാണ്. വടക്ക് ഭാഗത്ത് ഹിമാലയ പർവ്വതമാണ്. കിഴക്കൻ ഭാഗത്ത് അരക്കൻ പർവ്വതനിരയാണ്. പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദുക്കുഷ് പർവ്വതനിരയാണ്. തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തിയില് എങ്ങനെയാണ്? ഈ വടക്ക് ഭാഗത്ത് അല്ലെ, ഇവിടെ വടക്ക് ഭാഗത്ത് ഏതാണ്? ഹിമാലയ പർവ്വതമാണ്. ഇവിടെ ഏതാണ്? അരക്കൻ പർവ്വതനിരയാണ്. ഇവിടെ ഏതാണ്? ഹിന്ദുക്കുഷ് പർവ്വതനിരയാണ് ഇല്ലേ. ഇനി തെക്ക് ഭാഗത്ത് എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഓക്കെ ആണോ? ഇന്ത്യൻ മഹാസമുദ്രം തെറ്റിക്കാൻ പാടില്ല. ഇനി ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാ? പാമീർ പീഠഭൂമിയാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി. ഈ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത് ടിയാൻഷനും കാരക്കോറം കുൻലുൻ ഹിന്ദുക്കുഷ് എന്നിവ 4 സംഗമിക്കുന്നത് എവിടെയാണ്? പാമീർ പീഠഭൂമിയിലാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. ടിയാൻഷൻ, കാരക്കോറം, കുൻലുൻ, ഹിന്ദുക്കുഷ് ഇതൊക്കെ എന്താണ്? പീഠഭൂമികളാണ് അല്ലെ. ഈ പീഠഭൂമികളെല്ലാം കുൻലുനും ടിയാൻഷനും കാരക്കോറവും ഹിന്ദുക്കുഷും ഒക്കെ ചെന്ന് സംഗമിക്കുന്നത് എവിടെയാണ്? പാമീർ പീഠഭൂമിയിലാണ്. പഠിച്ചു വെക്കണം. ഇനി ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം ഏതാണ്? ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ നമ്മൾ ഇപ്പൊ അങ്ങനെ പറഞ്ഞു അല്ലെ, വടക്ക് എന്ന് പറഞ്ഞു, ഇവിടെ ഹിമാലയമാണ് എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ. ഇനി ഈ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഒന്ന് ഹിന്ദുക്കുഷ്. ഏതാണ്? ഹിന്ദുക്കുഷ്. അത് എവിടെയാണ്? പാകിസ്ഥാനിലാണ്. ഇനി ഹിമാലയം എവിടെയാ? ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ അതിർത്തിയിലായിട്ടാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഉത്തര മഹാസമുദ്രം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങളിൽ നിന്ന് ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണിന്റെ നിക്ഷേപ ഫലമായിട്ടാണ് ഏത് രൂപം കൊണ്ടിരിക്കുന്നത്? ഉത്തര മഹാസമുദ്രം രൂപം കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു പർവ്വതനിരയല്ല, പക്ഷെ ഇവിടെ ഈ പർവ്വതനിരകളൊക്കെ പഠിക്കുക, അതിന്റെ കൂടെ ഉത്തര മഹാസമുദ്രം കൂടി ചേർത്ത് പഠിക്കുക കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഒന്ന് ഹിന്ദുക്കുഷ് ആണ്. ഹിന്ദുക്കുഷ് പർവ്വതനിരയാണ്. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, ആ ഹിന്ദുക്കുഷ് പർവ്വതനിര എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിലാണ്. എവിടെയാണ്? പാകിസ്ഥാനിലാണ്. ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ ഈ 3 രാജ്യങ്ങളിലായിട്ടാണ് ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞാൽ എന്താ? സിന്ധു നദി. ഹിമാലയൻ നദികൾക്ക് ഉദാഹരണമാണ് അല്ലെ. ഹിമാലയൻ നദികൾക്ക് ഉദാഹരണമാണ് ഏത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഈ 3 നദികളിൽ നിന്നും ഒഴുകിക്കൊണ്ടുവരുന്ന മണ്ണ് ഏത് മണ്ണ്? എക്കൽ മണ്ണിന്റെ നിക്ഷേപ ഫലമായിട്ടാണ് ഏത് രൂപം കൊണ്ടിരിക്കുന്നത്? ഉത്തര മഹാസമുദ്രം രൂപം കൊണ്ടിരിക്കുന്നത്. എന്താ ഉത്തര മഹാസമുദ്രത്തിന്റെ പ്രത്യേകത? ഫലഭൂയിഷ്ടമായ മണ്ണ് അല്ലെ. അതായത് ഫലഭൂയിഷ്ടമായിട്ടുള്ള എക്കൽ മണ്ണാൽ സമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, നിരപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ നദികളാൽ ജനസമൃദ്ധം, നദികളാൽ അല്ലെ, ഇഷ്ടംപോലെ നദികള്, ജനനിബിഡം പറയുമ്പോൾ തിങ്ങിപ്പാർക്കുന്ന ജനങ്ങൾ, ഇതൊക്കെ എന്താണ്? ഉത്തര മഹാസമുദ്രത്തിന്റെ പ്രത്യേകതയാണ്. ഫലഭൂയിഷ്ടമായ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രദേശം, നദികളാൽ ജനസമൃദ്ധം, അതുപോലെ ജനനിബിഡമാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം എത്രയാ?
ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം 150 മീറ്റർ ടു 900 മീറ്റർ വരെയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം 150 മീറ്റർ മുതൽ 900 മീറ്റർ വരെയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥ എങ്ങനെയാ? മൺസൂൺ കാലാവസ്ഥയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ എന്താണ്? മൺസൂൺ കാലാവസ്ഥയാണ്. ഇനി ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ്. ഇവയാണ് ഒരു പ്രദേശത്ത് ഒരു കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കാലാവസ്ഥ നിരീക്ഷകരൊക്കെ പറയാറില്ലേ, എങ്ങനെ നാളെ മഴ പെയ്യും, മറ്റന്നാൾ മഴ പെയ്യും, അല്ലെങ്കിൽ നാളെ മഴ നിൽക്കും എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ആ പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിച്ചു കൊണ്ടാണ് അല്ലെ. അത് എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും? അക്ഷാംശ സ്ഥാനവും, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും, ഭൂപ്രകൃതിയും, സമുദ്രങ്ങളുടെ സാമീപ്യവും, കാറ്റും, ഇതൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ പ്രവചിക്കുന്നത്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏത് എന്ന് ചോദിച്ചാൽ ഇവിടെ ശ്രദ്ധിക്കണേ, അക്ഷാംശമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏത് എന്ന് ചോദിച്ചാൽ അത് ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖയാണ്. ഇനി നമ്മുടെ ഇന്ത്യയില് 3 കാർഷിക കാലമാണ് ഉള്ളത്. എത്രയാണ്? ഇന്ത്യയില് 3 കാർഷിക കാലം. ഏതൊക്കെയാണ്? ഖാരിഫ് അല്ലെ, ഖാരിഫ്, റാബി, സെയ്ദ്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. അങ്ങനെ 3 കാർഷിക കാലങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഈ ഖാരിഫ് എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് എന്ത് ചെയ്യുക? കൃഷി ചെയ്യുക. ജൂൺ ജൂലൈ മാസങ്ങളിൽ കൃഷി ചെയ്യും. കൃഷി ചെയ്ത് ഏതൊക്കെയാണ് ഖാരിഫ് വിളകൾക്ക് ഉദാഹരണം? നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ബജ്ര. ഇങ്ങനെയാണ് കേട്ടോ. ബജ്ര, തുവര, ഇതൊക്കെ എന്താണ്? ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളണം കേട്ടോ. ഖാരിഫ് വിളകള് ജൂൺ ജൂലൈ, അപ്പൊ നമ്മൾ ജൂൺ അല്ലേ, ഈ മാസങ്ങളിൽ തുടങ്ങും. ഖാരിഫ് വിള തുടങ്ങും. നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര, ഇതൊക്കെയാണ് ഖാരിഫ് വിളകൾക്ക് ഉദാഹരണം. ഇനി നമ്മൾ ഒക്ടോബർ നവംബർ അല്ലേ, ആ കാലത്ത് ചെയ്യുന്ന ഒരു കൃഷിയാണ് ഇത്? റാബി വിള. ഏതാണ്? ഇപ്പൊ നമ്മൾ ഈ സീസണിൽ ചെയ്യുന്ന കൃഷികളെ നമ്മൾ എന്താ പറയാ? ഖാരിഫ് വിള എന്നാണ് പറയാ. എന്താണ്? ഇപ്പൊ നമ്മൾ നെൽകൃഷി ഇറക്കും അല്ലെ, അതൊക്കെ എന്ത് വിളയ്ക്ക് ഉദാഹരണമാണ്? ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമാണ്. ഇനി നമ്മൾ ഒക്ടോബർ നവംബർ ആകുന്ന സമയത്ത് റാബി വിള ഇറക്കും. അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങള്, കടുക്, ഇതൊക്കെ എന്താണ്? റാബി വിളകൾക്ക് ഉദാഹരണമാണ്. സെയ്ദ് വിളകൾ അതായത് മാർച്ച് ടു മെയ് മാസങ്ങളിൽ ചെയ്യുന്നതാണ്. വേനൽക്കാലത്താണ് സെയ്ദ് വിളകൾ കൃഷി ഇറക്കുക. ഏതൊക്കെയായിരിക്കും? പഴങ്ങളും പച്ചക്കറികളും കാലിത്തീറ്റ വിളകൾ. ഇവിടെ ഇതൊരു പോയിന്റ് ശ്രദ്ധിക്കണം, ഇത് പുതിയ SCRT കിടക്കുന്നുണ്ട്, ചിലപ്പോൾ ചോദ്യം വരാം. കാലിത്തീറ്റ വിളകൾ ഏത് കാർഷിക കാലത്താണ് കൃഷി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സെയ്ദ് കാലത്തിലാണ്. നമ്മൾ സാധാരണ പഠിക്കുക പഴങ്ങൾ, പച്ചക്കറികൾ എന്നൊറ്റ വേർഡിൽ പഠിക്കും അല്ലേ. അതിന്റെ കൂടെ കാലിത്തീറ്റ വിളകൾ കൂടി പഠിക്കുക. അത് സെയ്ദ് കാലത്ത് കൃഷി ചെയ്യുന്ന വിളയാണ് കേട്ടോ. അപ്പൊ ഖാരിഫ് എന്താ? ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. ഉദാഹരണം നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര. റാബി വിളയ്ക്ക് ഉദാഹരണം ഏതാണ്? പയർ, ഗോ ബാക്ക് അല്ലെ, പയർ, ഗോ ബാക്ക് അല്ലെ. ബാർലി വരും കേട്ടോ, അവിടെ ബാർലിയും കൂടി ചേർത്തോ കേട്ടോ. പയർ, ഗോ ബാക്ക് എന്ന് പറയും. അപ്പൊ എന്താ? പയറ്, ഗോതമ്പ്, പിന്നെ ബാക്ക് കേട്ടോ, കടുക്. ഇത്രയും കാര്യങ്ങളാണ് റാബി വിളകൾക്ക് ഉദാഹരണം. സെയ്ദ് വിളകൾക്ക് ഉദാഹരണമാണ് പഴം, പച്ചക്കറികൾ, പിന്നെ കാലിത്തീറ്റ വിളകൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ബയോളജിയിലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, ഇന്ത്യൻ ജോഗ്രഫിയിലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇങ്ങനെ ഓരോ 2 വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് സയൻസും കോൺസ്റ്റിറ്റ്യൂഷനും ജോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെ പറ്റുന്നത്ര ഇതേപോലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പരമാവധി തരാൻ നോക്കാം. 30 ദിവസം 30 ദിവസത്തെ ചാലഞ്ചാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താഴെ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം കൂടിയിട്ട് ഇടുക. താങ്ക് യു.